ഗൈസ് ഇന്ന് നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓണം മേക്കപ്പ് ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതാ കണ്ട ബ്ലൗസ് ഒക്കെ ഇട്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. ഇപ്പോൾ ലാസ്റ്റ് നിങ്ങൾ മറ്റേ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഓണം ഔട്ട്ഫിറ്റിൻ്റെ. അപ്പോൾ ആദ്യം ഞാൻ ഫേസിൽ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുത്ത് എല്ലാത്തിൻ്റെ ലിങ്ക് ബയോയിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കുന്നതാണ് എല്ലാത്തിൻ്റെ ലിങ്ക്. ഇതിപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പോകാൻ താല്പര്യമില്ലെങ്കിൽ നേരെ ചാനലിൻ്റെ ലിങ്കിലോട്ട് പോയത് ഓണം മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞ ടൈറ്റിലാണ്. അതിൽ നോക്കുമ്പോൾ ലിങ്കുകളെല്ലാം ഉണ്ടാവും. സോ ദ ഫൗണ്ടേഷൻ പ്രാന്തായി ഗൈസ്. ആദ്യം ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാൻ കളർ കറക്റ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ഗേളിൻ്റെ കളർ കറക്റ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാരണം ബിക്കോസ് ഇപ്പം ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറ്റാൻ നല്ലതാണ്. ഇതൊരു പീച്ച് കളർ കറക്റ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല സൂപ്പറായിട്ട് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളെ മേക്കപ്പ് സൂപ്പറാവണം എപ്പോഴെന്നറിയോ, ബ്ലെൻഡിങ് സൂപ്പറാകുമ്പോഴാണ് നമ്മളെ മേക്കപ്പ് സൂപ്പറാവുന്നത്. നമ്മൾ എത്ര തിക്ക് ഹെവി ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ സൂപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ് നമ്മളെ മേക്കപ്പ് വാ എന്ന് പറഞ്ഞിരിക്കും. അതിനുശേഷം നെക്സ്റ്റ് യൂസ് ചെയ്യുന്ന സ്റ്റേജ് 9-9 HD ഗ്ലോ പോർലെസ് പ്ലസ് മാറ്റ് ഫൗണ്ടേഷനാണ്. 12 hours ലോങ് സ്റ്റേ വരുന്ന സ്വെറ്റ് പ്രൂഫ് ബിൽഡബിൾ കവറേജിൽ വരുന്ന ഒരു ഫൗണ്ടേഷനാണ്. 12 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ആൻഡ് ഗൈസ് നോക്കുകയാണെങ്കിൽ HD ഫ്ലോലെസ് ഫിനിഷാണ്. ബിൽഡബിൾ കവറേജാണ്, അതായത് നമുക്ക് കവറേജ് ബിൽഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് പോർലെസ് മാറ്റ് ഫിനിഷാണ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ്, സൂപ്പർവാണ്. പിന്നെ ഇത് 12 ഷെയ്ഡ്സിൽ വരുന്നുണ്ട്. 12 ഷെയ്ഡ്സിൽ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മളെ ഇന്ത്യൻ സ്കിൻ ടോണിനൊക്കെ ചേരുന്ന ഷെയ്ഡ്സാണ് വരുന്നത്. ആൻഡ് ഗൈസ് ഇത് നോൺ ഓയിലി ഫോമുലയാണ്, വാട്ടർ പ്രൂഫ് ആൻഡ് സ്വെറ്റ് പ്രൂഫാണ്. കോക്കനട്ട് വാട്ടർ എക്സ്ട്രാക്ട് വരുന്നതുകൊണ്ട് തന്നെ നറിഷ് ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനും അടിപൊളിയാണ്. ജസ്റ്റ് ഒരു ട്യൂബിലാണ്, ഭയങ്കര അഫോർഡബിൾ റേഞ്ചിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും, അതിൽ ഉറപ്പാണ്. സോ ഫേസിൽ ഞാൻ രണ്ട് സൈഡിലും എന്താ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരുപാടൊന്നുമില്ല, ആ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യണം. ഡോട്ട് ബ്ലെൻഡ് ചെയ്യുന്നതിന് ഒരുപാടാവും നിങ്ങൾ പറയുന്നുണ്ടാവും. എന്നാലും ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഗൈസ്. എന്നിട്ട് ഒരു സൈഡ് ബ്ലെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ആ എൻ്റെ ഉണ്ടാവുന്ന എനിക്ക് കിട്ടിയ ആ ഒരു ഗ്ലോയും ആ ഒരു ഹൈഡ്രേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ കിട്ടുക പിന്നെ 2 സ്റ്റെപ്പ് ഇങ്ങനെ കാണിക്കണം. അതെന്തിനാണ് നിങ്ങളുടെ ചോദിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അതിങ്ങനെ വരണേ, നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ 2 ക്യൂട്ട്നെസ് ഇടാൻ തോന്നും നമുക്ക്. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ട എൻ്റെ പൊന്ന് ഗൈസ്, ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു സെക്കൻഡ് സ്കിൻ, അതായത് നമ്മളെ സ്കിന്നിൻ്റെ പുറത്തൊരു സ്കിൻ വന്നാണൊക്കെ ഫീൽ, അല്ലാതെ ഒരു നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടെന്നോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യത്തില്ല. ഈസിലി ബ്ലെൻഡബിൾ ആണ്. കൈ വെച്ചിട്ടായാലും ബ്രഷ് വെച്ചിട്ടായാലും നിങ്ങൾക്ക് പെട്ടെന്നിങ്ങനെ എന്താ പറയുക ഒരു 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 എന്താ പറയുക ഒരു സിറം പോലെ ഇങ്ങനെ പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് സ്വെറ്റ് പ്രൂഫാണ്. പിന്നെ നിങ്ങൾക്ക് ഡൗട്ടാണോ ആക്നെ ഉള്ളവർക്ക് യൂസ് ചെയ്യുന്ന ആക്നെ സേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. കംഫർട്ടബിൾ മാറ്റ് ഫിനിഷാണ്, സ്റ്റിക്കി ഫീലിങ്സ് ഒന്നുമില്ല. 12 ഷെയ്ഡ്സിൽ വരുന്നുണ്ട്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് ബയോയിലും കമൻറ്റ് ബോക്സിലും ഉണ്ടാവും. ആൻഡ് ഓൾസോ ഞാൻ ഈ പ്രോഡക്റ്റ് ടാഗ് കൂടെ ചെയ്ത് കൊടുത്തേക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അത് ഉറപ്പാണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഇതാ ബ്ലെൻഡ് ചെയ്തിട്ട് ഫേസിലുണ്ടാവും ഗ്ലോ ഉണ്ടാവും. എൻ്റെ പൊന്നു ഗൈസ് എന്തൊരു സൂപ്പർ സാധനം എന്നറിയൂ. അതിനുശേഷം ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മീൻസ് ഐ ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഈ ഒരു ബ്ലാക്ക് ബ്ലൗസും പിന്നെ ഒരു ലൈക്ക് വൈറ്റും ബ്ലാക്കും കൂടെ വരുന്ന ഒരു സാരിയാണ് യൂസ് ചെയ്യണം. അപ്പം ഞാനൊരു സ്മോക്കി ആയി തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. കുറേ നാളായി സ്മോക്കി ആയിട്ട്. ഇപ്പം ഞാൻ മറ്റേ ഐ ഷാഡോ ഇട്ടിട്ട് ലൈനർ വരച്ച് കൊടുക്കണം മിക്കപ്പോഴും ചെയ്യുന്നത്. സ്മോക്കി ആയും ചെയ്യാമെന്ന് വിചാരിച്ച് ആദ്യം ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് കോണ്ടർ ചെയ്യും. നമ്മളെപ്പോഴും അങ്ങനെയാണ്. നിങ്ങളുടെ കയ്യിലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐ ഷാഡോ പാലറ്റ് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഇതാ നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഐ ഷാഡോ പാലറ്റിൻ്റെ ലിങ്ക് തന്നെ കൊടുത്തേക്കാം. സോ കണ്ണിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ഒരു ബ്രൗൺ ഷെയ്ഡ്, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് അപ്പോൾ നല്ല ഭംഗിക്ക് സൂപ്പറായിട്ടിരിക്കും. അതിനുശേഷം നെക്സ്റ്റ് ഞാൻ എന്താ ഒരു കാജൽ എടുത്തിട്ട് കണ്ണിൻ്റെ താഴെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു സ്മഡ്ജിങ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ അവിടുത്തെ ആ ബ്ലെൻഡിങ് ഉണ്ടല്ലോ അത് സൂപ്പറായിട്ട് വരണമെങ്കിൽ നമ്മളെ സ്മോക്കി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതിപ്പം എൻ്റെത് ഞാൻ പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇച്ചിരി ഒന്ന് മടി കാണിച്ചിട്ടിരിപ്പുണ്ട് അതിൽ. എനിക്ക് കാരണം എനിക്ക് വയ്യാതെ ഞാൻ ഇപ്പം എനിക്ക് വേണ്ടി സൗണ്ടൊക്കെ പറയല്ലോ, ഒരു അടപ്പുണ്ട്. എനിക്ക് ജലദോഷമൊക്കെ ആയിട്ട് ഞാനിന്ന് എടുക്കുന്ന വീഡിയോ ആണ്. എന്ത് ചെയ്യാനോ, മേക്കപ്പ് ഇല്ലെങ്കിൽ നമുക്ക് പറ്റൂലല്ലോ ഗൈസ്. അതിനുശേഷം എന്താ കണ്ണിനകത്ത് എഗെയിൻ ഞാൻ ആ കാജൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ ഗൈസ് ഇത് നമ്മുടെ ഏകദേശമായി. അതിനുശേഷം ഞാൻ താഴെ ഒരു ഇതിലൂടെ വെച്ചിട്ട് ബ്രഷ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ പെർഫെക്റ്റ് ആവും. ഇതിനുശേഷം മസ്കാര ഒരിക്കലും സ്മോക്ക് ചെയ്തതിന് ശേഷം മസ്കാര ഇടാൻ മറക്കരുത്. കാരണം നമ്മുടെ ലാഷ് കുറച്ചുകൂടെ ഡിഫൈൻഡ് ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ നല്ല ഭംഗിക്ക് സാധനം കിട്ടും. ലാഷ് ഡിഫൈൻഡ് അല്ലാത്ത സമയത്ത് നമുക്ക് അത്ര ഒരു കിട്ടൂല. സോ അതുകൊണ്ട് എപ്പോഴും ലാഷ് സൂപ്പറായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ലാഷ് കിടിലായിട്ട് വെച്ചു കൊടുക്കുക. കാരണം ലാഷ് സൂപ്പറായിട്ട് വയ്ക്കുമ്പോഴാണ് നമുക്ക് നല്ല സൂപ്പറാവുന്നത്. ഓക്കെ,
അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ നിങ്ങൾക്ക് കാണാൻ വെച്ചാൽ നന്നായിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഏതിൻ്റെ ഓക്കെ, ജസ്റ്റ് ഞാൻ അതിൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഐബ്രോസ് എത്ര ഐബ്രോസ് ഉള്ളവരാണെങ്കിലും ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഒരു ഡെഫിനിഷനും ആ ഒരു മേക്കപ്പ് കുറച്ചുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്തൊക്കെ നിൽക്കുന്നത്. നമ്മളെപ്പോഴും നല്ല എന്താ പറയുക, ഐബ്രോസൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴാണ്. സോ ഐബ്രോസ് ഇപ്പം സ്മോക്ക് ചെയ്തിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ആ രണ്ടിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം ഞാൻ ഒരു ലിപ് ലൈനർ ഇട്ട് കൊടുക്കുന്നുണ്ടോ, അതിനുശേഷം ലിപ്സ്റ്റിക്ക് ഇടണം. ലിപ്സ്റ്റിക്ക് ഞാൻ ഇപ്പം കാണിച്ചല്ലോ, ആ ഷോർട്സിൽ ഞാൻ കാണിച്ചു തരും. ഐ എം എ ഷൈക്ക് ഡാൻസർ. ഓക്കെ ഗൈസ്, അപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് ഞാനൊരു ബ്ലഷ് എടുത്തിട്ട് നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും, ഞാൻ ഇതിനെല്ലാത്തിനും ഒരൊറ്റ ബ്ലഷ് യൂസ് ചെയ്തിട്ടുള്ളൂ. കളർ കറക്റ്റ് ആയാലും ഫൗണ്ടേഷൻ ആയാലും ബ്ലഷ് ആയാലും എല്ലാം ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഒരൊറ്റ ബ്രഷ് എടുത്തിട്ടുണ്ട്. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന ബ്രഷ് വേണമെന്നില്ല. നമുക്ക് 1-2 ബ്രഷ് മതി മേക്കപ്പ് കിടിലാക്കാൻ, നമ്മുടെ ബേസ് കിടിലാക്കാൻ വേണ്ടിയിട്ട്. സോ കയ്യിലെടുത്തിട്ടാണ് കേട്ടോ ബ്ലഷ് ഞാൻ അപ്ലൈ കൊടുത്തത്. സോ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമുക്ക് ഇനി അല്ലറ ചില്ലറ കുറച്ച് പരിപാടി കൊണ്ടേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പരിപാടി കഴിയും. അതിനുശേഷം നമുക്ക് ഓരോ കാര്യങ്ങളിലോട്ട് പോവാം. അപ്പം എന്താ ബ്ലഷ് എനിക്കാണെങ്കിൽ എത്ര അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മതിയാവുന്നില്ല, ഗ്ലോ. ഓക്കെ. അതിനുശേഷം ഞാനൊരു പൗഡർ എടുത്തിട്ടുണ്ട്. സെറ്റിംഗ് പൗഡറെന്നോ കോമ്പാക്ട് പൗഡറെന്നോ എന്താണോ നിങ്ങൾക്ക് പറയാൻ. കാരണം നമ്മുടെ കണ്ണിൻ്റെ താഴെയൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓയിലൊക്കെ വരും. നമ്മുടെ ചീക്സിൻ്റെ ഓയിൽ പ്രൊട്ടക്ഷൻ, നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കില്ല. അപ്പോൾ കോമ്പാക്ട് പൗഡർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലത്തെ ഒരു പൗഡർ ബ്രഷ് ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഒരുപാട് വാരി തട്ടിക്കൊടുക്കരുത്, വധമായി പോവും. കുറച്ചെടുക്കുക, ജസ്റ്റ് ഡാബ് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ തൂത്ത് വിടൂലേ, നമ്മൾ ഫേക്ക് തൂപ്പുണ്ടല്ലോ, നമുക്ക് തൂക്കാനും വഴി ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മറ്റേ കരിയില മാറ്റാൻ വേണ്ടി മാത്രം ഒരു തൂപ്പ് തൂക്കുമല്ല, ആ തൂപ്പാണ് നിങ്ങളിവിടെ തൂക്കേണ്ടത് ഗൈസ്. നന്നായിട്ട് തൂക്കുന്നവർക്ക് ഇതറിയാൻ മനസ്സിലാവും. ഇത്രേ ഉള്ളൂ നമ്മളെ മേക്കപ്പ്. സെറ്റിംഗ് സ്പ്രേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക. സോ സെറ്റിംഗ് സ്പ്രേ നിങ്ങൾ കോളേജിലൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ സെറ്റിംഗ് സ്പ്രേ യൂസ് കൊണ്ട് ഇപ്പോൾ കോളേജിലായാലും സ്കൂളിലായാലും. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. ഞാൻ ഈ ഹെയർ സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ പറയാം, നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ റിക്വസ്റ്റ് അനുസരിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യാം. സോ ഒരു പൊട്ട് വെച്ച് കൊടുത്തു. പിന്നെ ആദ്യം ഒരു ചെയിൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ചെയിൻ വേണ്ട, എനിക്ക് പാടെന്നുള്ളത് ചെയിനൊരു ചേർച്ചയില്ല. ഇതാക്കണ്ട, ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാമെന്നുള്ള ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ആദ്യമൊക്കെ മേക്കപ്പ് ഭയങ്കര പാടുള്ള പരിപാടിയാണ്, നമ്മളെ കൊണ്ട് ഒക്കൂല. സീരിയസ്ലി ഗൈസ് ഞാൻ പറയണം, ആദ്യമൊക്കെ നമ്മളെ കൊണ്ട് നമ്മൾ വിചാരിക്കണ പോലെ സംഭവിക്കില്ല. പക്ഷേ ലേറ്റർ സൂപ്പറായിട്ട് കിട്ടും, അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നിങ്ങളെക്കൊണ്ട് പറ്റും. പയ്യാണ് എല്ലാവരും. മേക്കപ്പ് എന്ന് പറഞ്ഞൊരു സ്കില്ലാണ്, നമ്മളത് എത്രത്തോളം ചെയ്യുന്നു അത്രയും നമ്മളെ സ്കില്ല് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. സാരിയുടെ എല്ലാ ലിങ്കും ഉണ്ടാവും. സൈഡിലെ ലിങ്ക് ഓൾറെഡി ചാനലിൻ്റെ ബയോയിലുണ്ട്. പിന്നെ ഈ ഒരു മേക്കപ്പ് ലുക്കിൻ്റെ ഈ ഒരു ഹെയർ സ്റ്റൈലും വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സോ ഒരു പൊട്ടുകൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനെയൊക്കെ ഞാൻ കാണിക്കും. സോ നിങ്ങൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇങ്ങനെ കാണിക്കും. ഇനി ഇങ്ങനെ കാണിച്ചിട്ട് ഒരു മനസ്സമാനം കിട്ടില്ല. സോ ചെക്ക് ചെയ്ത് നോക്കാം. ടെറ്റ ബൈ ബൈ.